ഹായ് ഹലോ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മളെവിടെയൊക്കെ പോകണം? നമ്മളിപ്പോൾ കോതമംഗലം ഇഞ്ചത്തൊട്ടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങൾ പോണത്. ഇപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് പോയി, മഴയൊക്കെയാണെന്ന് അറിയില്ല, എന്നാലും ക്ലൈമറ്റ് വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു അല്ലേ? ചെറുതായിട്ട് മങ്ങിയിട്ടൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. ഞങ്ങളൊന്ന് പോയി നോക്കുവാണ്. മഴയാണെങ്കിൽ ചിലപ്പോൾ തിരിച്ചു പോരും, അവിടെ എത്താൻ പറ്റുമെന്നൊന്നും അറിയില്ല. എന്തായാലും ഞങ്ങൾ പോയി നോക്കണം. എനിക്കാണെങ്കിൽ ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, ശരീരമൊക്കെ മേലെ, എന്നാലും ഞങ്ങൾ പോവാണ്. പോയി വരുമ്പോൾ കാണാം. വിശേഷങ്ങളൊക്കെ നമുക്ക് ഇനി വീഡിയോയിലൂടെ കാണാം കേട്ടോ. ബൈ. ഹായ് ഹലോ ഫ്രണ്ട്സ്, ഹായ് ഹലോ, വെൽക്കം. അതെ, നമ്മളിങ്ങനെ നമ്മൾ പോണ സ്ഥലം ഏതായിരുന്നു? ഇഞ്ചത്തൊട്ട് പോണേണ്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഇടയിൽ ഇവിടെ ഒരു വ്യൂ കണ്ടപ്പോൾ പൂതത്താൻകെട്ട്. അപ്പോൾ അവിടെ ഇത് ഇങ്ങനത്തെ ഒരു വ്യൂ, ഇവിടെ നല്ല രസം കേട്ടോ. നല്ല മീനും സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതേ നോക്കി, ബോട്ടൊക്കെ കിടക്കുന്നുണ്ട്. നല്ല നല്ല രസമാട്ടോ ഇവിടെ. നല്ല അത്യാവശ്യം നല്ല പ്രകൃതി സൗന്ദര്യമൊക്കെ ആസ്വദിക്കാൻ പറ്റിയ നല്ല സ്ഥലം കേട്ടോ. അവിടെ ബോട്ടൊക്കെ കിടപ്പുണ്ട്, പക്ഷെ അവിടെ അതിപ്പോൾ അവർ ജസ്റ്റ് അവിടെ കെട്ടിയിട്ടൊക്കെയാണെന്നാണ് തോന്നുന്നത്. അതെ, ഇവിടെ അവൻ്റെ മീന് ഒരു കുഞ്ഞു കുഞ്ഞു പൊടി മീനൊക്കെ ഉണ്ട്. അവനപ്പോൾ അത് കാലേ കൊത്തുവാൻ വേണ്ടിയിട്ട് അവൻ വെയിറ്റ് ചെയ്ത് നിൽക്കണേ. ഓക്കെ, അപ്പോൾ നല്ല സ്ഥലം, നല്ല വ്യൂ അല്ലേ, കാണാനൊക്കെ അടിപൊളിയായിട്ടുള്ള സ്ഥലങ്ങൾ. വേണ്ട, മോളെ ഇറക്കണ്ടവനെ. ഇതിൽ സേഫായിട്ട് നിൽക്കണം കേട്ടോ. അവിടെ നിന്നാൽ മതി, താഴത്തേക്ക് ഇറങ്ങണ്ട. നൈഗു കിടന്ന് ഇങ്ങനെ ചാടയാണ്. അങ്ങോട്ടൊന്ന് ഇറങ്ങാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് ഇറങ്ങി പോകാനാണെങ്കിൽ അടിപൊളി ആയേനെ എന്ന മട്ടിൽ. പനിയൊക്കെ ഉള്ളതുകൊണ്ട് വിട്ടാൽ പറ്റൂലെന്നേ. നൈഗു ഒരു ഹായ് പറഞ്ഞേ, ഒരു ഹായ്. ഇല്ലാന്ന്. എടാ മോനെ, നീ സേഫായിട്ട് നിൽക്കുക കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്ന വഴിക്ക് തന്നെ പൂതത്താൻകെട്ട് നമ്മുടെ ഡാമിൻ്റെ അവിടെ പോകാനാണ്. അപ്പോൾ ആ പോകുന്ന വഴിക്ക് നല്ല അടിപൊളി നല്ല വ്യൂ ഒക്കെ ഉള്ള സ്ഥലം കണ്ട് ഇവിടെയൊക്കെ നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. നല്ല ഇതായിട്ട് നല്ല വ്യൂ ഉണ്ട്, നല്ല രസമായിരുന്നു. കുറച്ച് നേരമൊക്കെ ഇറങ്ങിയിട്ടൊക്കെയാണ് ഇപ്പോൾ ദൂരെ കണക്ക് നമുക്ക് പോകുമ്പോൾ ഒരു ഇതല്ല. അപ്പം മഴയൊന്നും ഇല്ലാഞ്ഞതുകൊണ്ട് വളരെ സന്തോഷമായിരുന്നു. നല്ല അടിപൊളിയായിട്ടൊക്കെ നമ്മുടെ യാത്ര സുഖകരമായിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ ദേ നമ്മുടെ ഡാമിലെത്തി. ഇവിടെ മൊത്തം 15 ഷട്ടറാട്ടോ ഉള്ളത്. അതിൽ എനിക്ക് തോന്നുന്നു അവർ ആദ്യത്തെയും ലാസ്റ്റത്തെ 2 ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഒത്തിരി ടൂറിസ്റ്റുകളൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്, വെളിയിൽ നിന്നുള്ളവരും ഒക്കെ ആയിട്ട് കുറേ ആൾക്കാരുണ്ട്. പിന്നെ ഇതിനടുത്ത് തന്നെയായിട്ട് ഒരു മ്യൂസിയം ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ജസ്റ്റ് വണ്ടിയിൽ ഇങ്ങനെ ജസ്റ്റ് വന്ന് പോയി കണ്ടു എന്നേ ഉള്ളൂ, അകത്തോട്ട് ഇറങ്ങില്ല. കാരണം ബിലുമോൻ അതൊക്കെ ചെറിയ സാധനങ്ങൾ, അവന് കളിക്കാൻ പറ്റിയൊന്നും അല്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഇറങ്ങാനായിട്ട് നിന്നില്ല. അങ്ങനെ ഇത് ഭയങ്കര ഒച്ചയുണ്ട് കേട്ടോ. ഈ വെള്ളം ഇങ്ങനെ നല്ല ഫോഴ്സിനാട്ടോ വരുന്നത്, ഭയങ്കര ഒച്ചയിലാണ് വരുന്നത്. എന്നിട്ട് പിന്നെ ഇങ്ങനെ കുറേ യാത്രയൊക്കെ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ പോയി. അപ്പം പോയിക്കൊണ്ടിരുന്നപ്പോൾ ഇക്കൊക്കെ ഇങ്ങനെ പോകുമ്പോൾ ഇവിടെ ഒരു സ്ഥലമുണ്ട്, നല്ല ചായ ഇട്ട് നല്ല ഒരു ഇതാണ്, ഒരു ചേച്ചി ഇടുന്ന ചായ, ചെറിയൊരു കട കേട്ടോ. അപ്പോൾ അവിടെ ഇറങ്ങി ചായ കുടിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ഇറങ്ങി. അവിടെ ആ ഇരുന്ന് ചായ കുടിക്കുന്ന സ്ഥലം എൻ്റെ പൊന്നോ അടിപ്പൻ സ്ഥലമാണ്. എന്ത് രസമാണ് കാണാൻ. നമുക്ക് ഫോട്ടോഷൂട്ടും വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റിയ നല്ല ഒരു അറ്റ്മോസ്ഫിയർ ആയിട്ടോ. നല്ല രസമുണ്ട്. നമുക്ക് കുറേ നേരം ഇങ്ങനെ, കാര്യം നല്ല തണുത്ത കാറ്റും നല്ലൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. അത് നമ്മൾ പോയെന്ന് നമുക്കത് അതിൻ്റെ ആ ഒരു ഇത് നല്ല ചൂടൻ ചായയൊക്കെ ഇരുന്ന് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നല്ലൊരു രസമുണ്ട് കേട്ടോ. എന്തായാലും കാലാവസ്ഥ നമുക്ക് അനുകൂലമായതാണ് ഏറ്റവും സന്തോഷമുള്ള കാര്യം. അപ്പം മോളെ ഈ വെള്ളമുള്ള സ്ഥലത്ത് കൊണ്ടുപോകുമ്പോൾ ഭയങ്കര ഇതാട്ടോ, അവൾക്ക് അതിലോട്ട് ഇറങ്ങണം. പിന്നെ ഞങ്ങൾ അവിടെ പിടിച്ചൊക്കെ ഇരുത്ത് റെഡിയാക്കിയൊക്കെ ആക്കി. അപ്പോൾ ഓരോ നമ്മുടെ ആ മിച്ചർ മിഠായില്ലേ അതൊക്കെ എടുത്തു, അവർക്ക് ഓരോന്നെടുത്തു. പിന്നെ നമ്മുടെ കോക്കനട്ട് ബോളില്ലേ അത് ഞങ്ങൾ ഒരു 3 എടുത്ത് അത് കഴിച്ചായിരുന്നു. നല്ല കടുപ്പത്തിന് നല്ല ചായ, നല്ലൊരു ടീ ബ്രേക്ക് തന്നെയായിരുന്നു കേട്ടോ. പറയാണ്ടിരിക്കാൻ പോയി. ഒരുപാട് പേര് കാറിലൊക്കെ വരുന്നത്. ആ ചേച്ചി ഒറ്റയ്ക്ക് കേട്ടോ അവിടെ ഉള്ള. അപ്പോൾ എല്ലാവരും വന്ന് ചായയൊക്കെ കുടിക്കുന്നത്. കാരണം ഒരിക്കൽ വന്നവർ അവിടെ നിന്ന് ചായ കുടിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു, കാര്യം എനിക്ക് തന്നെ ഒരുപാട് ഇഷ്ടം. അപ്പോൾ ഇതിന് മുന്നേ അവരൊക്കെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നപ്പോൾ ഇവിടെ ഇങ്ങനെ വന്ന് പോയിട്ടുള്ളത് കൊണ്ടാണ് അവിടെ തന്നെ കറക്റ്റ് നിർത്തിയത് കേട്ടോ. അങ്ങനെ നമ്മൾ ചെറിയൊരു ഒരു വ്ളോഗാണ്. അപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ, പറയാണ്ടിരിക്കാൻ പറ്റില്ല. വളരെ സന്തോഷമായിട്ട് കുറച്ച് സമയങ്ങൾ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റി. മക്കളും സന്തോഷമായിരുന്നു. ഇനി നമ്മൾ നേരെ പോണത് ഒരു കാടൊക്കെ ഉള്ള സ്ഥലത്തൂടെ കേട്ടോ. അവിടെ ആനയൊക്കെ ഇറങ്ങുമെന്ന് പറഞ്ഞ് കുറേ ഇൻട്രോ ഒക്കെ ഇട്ടിട്ടാണ് പോണത്. പേടി വരും, ഏത് നിമിഷവും അവിടെ ആന ഇങ്ങനെ ഇറങ്ങി വരും. അങ്ങനെയൊക്കെയാണ്. അവരൊരിക്കൽ പോയപ്പോൾ ഒരു ആനയൊക്കെ വന്നു എന്നൊക്കെയുള്ള കുറേ തട്ടലൊക്കെ കേട്ടിട്ടാണ് പോയത്. അപ്പോൾ മോൾക്ക് ചായ ഒന്ന് ഊതി തണുപ്പിച്ചൊക്കെ കൊടുത്തപ്പോൾ 1-2 വായൊക്കെ കുടിച്ചു. അപ്പോൾ അവൾക്കൊരു
ആശ്വാസമായി. അങ്ങനെ ഞങ്ങൾ വീണ്ടും ബൈക്കിൽ ഞങ്ങളുടെ യാത്ര വീണ്ടും അങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു കേട്ടോ. ഏകദേശം എനിക്ക് തോന്നുന്നു വീട്ടിൽ നിന്ന് കോതമംഗലം കഴിഞ്ഞ് കുറേ അപ്പുറമാണ്, 1 മണിക്കൂർ കൂടുതലുണ്ട് കേട്ടോ. ഇതാണ് ഇക്ക പറഞ്ഞ ഫോറസ്റ്റ് ഏരിയ. ഇവിടെ ഞാൻ നോക്കിയപ്പോൾ കുറച്ച് സ്ഥലത്തൊക്കെ വീടും വഴികളും ഒക്കെ ഉണ്ട്, പക്ഷേ എങ്കിലും കണ്ണിൽ കാണാൻ പാകത്തിനായിട്ടൊന്നുമില്ല കേട്ടോ. പക്ഷേ കുറേ കൂടെ ഉള്ളിലോട്ട് നമ്മൾ പോയി കഴിയുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ഫോറസ്റ്റ് ഏരിയ കേട്ടോ. നമുക്കൊരു പേടിയൊക്കെ തോന്നും. ഇപ്പോൾ ഏകദേശം സമയം ഒരു 5:15 അപ്പോൾ നല്ല തണുത്ത കാറ്റുണ്ട്. അപ്പോൾ എവിടേക്കോ നല്ല അത്യാവശ്യം നല്ല മഴയൊക്കെ പെയ്യുന്നുണ്ട്. എന്തായാലും പോയി തിരിച്ച് വീട്ടിൽ വന്ന് കയറിയത് വരെ മഴ പെയ്തിട്ടില്ല. അങ്ങനെ ഇത് എൻ്റെ മോളുണ്ടല്ലോ ഇവിടെ നിന്ന് ഇറങ്ങിയതാണ്. ഇതാണ് നമ്മുടെ ആ ഇഞ്ചിത്തൊട്ടി തൂക്കുപാലം. ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല തിരക്കായിരുന്നു. അപ്പോൾ മോന് ഭയങ്കര പേടിയാണ്. അവൻ കുറേ ഡയലോഗൊക്കെ പറയുന്നുണ്ട്, നിങ്ങൾ മരിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാണ്, എന്നെ എന്തിനു കൊണ്ടുവന്നു, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഷോ കാണിക്കലായിരുന്നു. പേടിയാണ് പുള്ളിക്ക്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഈ കാറ്റ് വരുമ്പോൾ സംഭവം ഭയങ്കരമായിട്ട് കിടന്ന് ഇങ്ങനെ വൈബ് ചെയ്യാനുണ്ട്. അപ്പോൾ അത് കൂടാണ്ട് കുറേ പയ്യൻ സെറ്റുകൾ വന്നിട്ട് അവന്മാർ ഞങ്ങൾ ഈ നടുക്കൊക്കെ എത്തിയപ്പോഴേ കിടന്ന് ഇങ്ങനെയായിട്ട് നന്നായിട്ട് ഒലച്ചു. ഭയങ്കര ഒരു ഇതായിരുന്നു. പക്ഷേ എങ്കിലും നല്ല രസമായിരുന്നു. മോളെ ഞങ്ങൾ ഇങ്ങനെ എന്ത് പാടുവിട്ടാന്നറിയാം ഇതൊക്കെ പിടിച്ചത്. കാരണം അവൾക്ക് ഇറങ്ങണം, അവളെ വിചാരം അവിടെ വെള്ളമാണ്, അവിടെ ഇറങ്ങാനുള്ള സ്ഥലമാണ്, അങ്ങനെയൊക്കെ നല്ല അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ടോ. നല്ല രസമാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഒന്നും പോയിട്ടില്ലെങ്കിൽ ഒന്ന് ഫാമിലിയൊക്കെ ആയിട്ട് പോകണം. നമുക്ക് അത്യാവശ്യം നല്ലൊരു ടൂറൊക്കെ പോയ ഒരു ഫീലിങ്സൊക്കെയാണ്. എന്തായാലും ഞങ്ങൾ 3 മണിക്ക് പോയി, ഒരു 7 മണിയോടുകൂടെ തന്നെ തിരിച്ചു പോന്നു. യാത്രയൊക്കെ വളരെ സുഖകരമായിരുന്നു. നല്ല രീതിയിലുള്ളൊരു യാത്ര, ഒരു ഈവനിങ് വ്ളോഗ് തന്നെയായിരുന്നു. മക്കൾ എന്തായാലും സന്തോഷമായി. അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ കണ്ടിഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഡിയർ. ബൈ ബൈ, ടാറ്റാ, ടേക്ക് കെയർ.